2020 സാംസങ് അവരുടെ ഏറ്റവും ആദ്യത്തെ എഫ് സീരീസ് ലോഞ്ച് ചെയ്തത് വിത്ത് സാംസങ് ഗാലക്സി F41. അതിനുശേഷം 2021 സാംസങ്ങിന്റെ F42 5G ലോഞ്ച് ചെയ്ത് ഏകദേശം 12 5G ബാൻഡുകളോട് കൂടിയിട്ട്. ഇനി ഇതാ 2022 സാംസങ്ങിന്റെ അടുത്ത എഫ് സീരീസ് ഫോൺ ഇറക്കിയിരിക്കുകയാണ്, സാംസങ്ങിന്റെ F23 5G. F23 5Gയുടെ ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും എന്തൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത് വിശദമായിട്ട് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്നത് ഫോൺ, അതിൻ്റെ അടിയിൽ ഒന്നുമില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, സാംസങ്ങിൻ്റെ F23യിൽ നമ്മുടെ അടപ്പിൻ്റെ മുകളിലായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ അവിടെയുള്ള ചെറിയ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് നമുക്ക് പേപ്പർ വർക്ക്സ് ഉണ്ട്, അതേപോലെ USB-C to USB-C കേബിൾ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നമുക്കൊരു സിം എജക്ടർ ടൂളും വരുന്നുണ്ട്. കഴിഞ്ഞു. എന്തായാലും ഗാലക്സി F23നെ ഒരു റെവല്യൂഷണറി ഡിവൈസ് എന്നാണ് പറയുന്നത്. കാരണം കുറേയധികം ഗാലക്സി എഫ് സീരീസിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്നാപ്ഡ്രാഗൺ 750G വരുന്ന ഏറ്റവും ആദ്യത്തെ എഫ് സീരീസ് ഫോണാണ്. അതുപോലെ ഇതിനകത്ത് വോയിസ് ഫോക്കസ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫോൺ കോളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വോയിസ് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള വോയിസുകളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഫോൺ കോൾസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇതിനകത്തുണ്ട്. അതുപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 വന്നിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഉള്ള എഫ് സീരീസ് ഫോണും കൂടെയാണ് F23. ഇനി 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ ഇതിലുള്ള അൾട്രാ വൈഡ് ക്യാമറ 123 ഡിഗ്രി ആംഗിളിലായിരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ക്യാമറ സെക്ഷനിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും അതേപോലെ പവർ ബട്ടൺ കം ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് അവിടെ സിം ട്രേ കൊടുത്തിട്ടുണ്ട്. സിം ട്രേ ട്രിപ്പിൾ സ്ലോട്ട് ആണ്, നമുക്ക് മെമ്മറി കാർഡും 2 സിം കാർഡും ഇടാൻ പറ്റും. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നോയ്സ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. ഇനി താഴേക്ക് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 3.5mm ജാക്ക് വരുന്നുണ്ട്, ഒരു മൈക്രോഫോൺ, അതേപോലെ USB Type-C പോർട്ടും പിന്നെ സ്പീക്കർ ഗ്രില്ലുമാണ് കാണുന്നത്. ഇനി ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50MP പ്രൈമറി ക്യാമറ, അതേപോലെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആൻഡ് 2 MP മാക്രോ ക്യാമറ. ഒരു ചെറിയ എംബോസ് ആയിട്ടുള്ള പാർട്ടിലാണ് നമ്മുടെ ക്യാമറ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാഷും ഉണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 8 MP ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ്. ഇനി ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഷിമ്മറിങ് എഫക്റ്റ് ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെ ഫീലും വരുന്നുണ്ട് ആൻഡ് മാറ്റ് ഫിനിഷും കൂടെയാണ്. താഴെ നമുക്ക് സാംസങ്ങിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നമ്മുടെ ബിൽഡും അതേപോലെ ഇൻ ഹാൻഡ് ഫീലും നോക്കുവാണെങ്കിൽ വെൽ ബിൽഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇനി ഡിസ്പ്ലേ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫുൾ HD+ ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ചെറിയ ഒരു ഡ്രോപ്പ് നോച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. താഴെ ഒരു ചിഹ്നമുണ്ട്. ടോട്ടൽ നമ്മൾ ബെസൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ബെസൽസ് അല്ല, നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും സെയിം ബെസൽസ് കാണുന്നുണ്ട്. പക്ഷെ മുകളിലുള്ള ബെസലും പിന്നെ താഴെയുള്ള ബെസലും നോക്കുവാണെങ്കിൽ താഴെ ലേശം ഒരു ചിഹ്നം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഡ്രോപ്പ് നോച്ച് ആണോ അതോ ചെറിയൊരു പഞ്ച് ഹോൾ ആണോ ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് താഴെ കമന്റ് ബോക്സോടെ പറയാം. സോ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് 4K വീഡിയോസ് ആയ 2160p അഥവാ ഈ കാണുന്ന വീഡിയോയുടെ പീക്ക് റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത്? എനിക്ക് വ്യൂയിങ് ആംഗിൾസിൽ അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ബട്ട് LCD സ്ക്രീനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ആൻഡ് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. സോ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ക്ലാരിറ്റി ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നത്. ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗണിൻ്റെ 750G ആണ്. സോ 750G ഗെയിമിംഗ് പ്രോസസർ ആണോ, എങ്ങനെയുണ്ട് ഗെയിം കളിക്കാൻ? ഞാൻ നോക്കിയിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. എന്തായാലും നോർമൽ യൂസിന് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ പ്ലസ് ഈ ഒരു പ്രോസസർ മൾട്ടി ടാസ്കിങ്ങിനൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഡേ ടു ഡേ പെർഫോമൻസിലൊന്നും യാതൊരു ലാഗും ഇല്ല. ആൻഡ് ഗെയിമിൻ്റെ കാര്യത്തിൽ ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ഇൻസ്റ്റാൾ ചെയ്തു, കളിച്ചു. സോ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ഫ്രെയിം റേറ്റ് മാക്സിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാക്സിലാക്കുന്ന സമയത്ത് ഗ്രാഫിക്സ് ഒരു പടി ബാക്കിലേക്കുള്ള ഓപ്ഷൻ വരെ വരുന്നുള്ളൂ. ബട്ട് ഗ്രാഫിക്സ് നമ്മൾ ഫുള്ളിലേക്കാണ് ആക്കുന്നതെങ്കിൽ ഫ്രെയിം റേറ്റ് ഒരു പടി പുറകിലേക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇനി ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഞാനൊരു 10-15 മിനിറ്റ് ആണ് ഇത് കളിച്ചത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട്. ആ സമയത്തൊന്നും ഹീറ്റിംഗ് ഇഷ്യൂ വന്നിട്ടില്ല. അതിൻ്റെ കാരണവും ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. സോ സാംസങ് പറയുന്നത് ഇതിനകത്ത് പവർ കൂൾ ടെക്നോളജി ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമൊക്കെ പ്രൊലോങ്ഡ് ആയിട്ട് കളിക്കുവാണെങ്കിലും വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വരില്ലായിരിക്കാം. എന്തായാലും ഡീറ്റെയിൽഡ് റിവ്യൂവിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ അല്ല എങ്ങനെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ വിശദമായിട്ട് പറയാം. എന്തായാലും ബൈ ഫാർ ഇപ്പോൾ ഉപയോഗിച്ച അത്രയും എനിക്ക് പെർഫോമൻസിൽ യാതൊരു പ്രശ്നമൊന്നും ഇല്ല. ഗെയിം കളിക്കാനായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഈ പറഞ്ഞ സെറ്റിംഗ്സിലേക്ക് കളിക്കാൻ പറ്റും. ആൻഡ് ഗെയിം പ്ലേയുടെ വീഡിയോസ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഗെയിം പ്ലേയും വരുന്നത്. എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് 6GB റാമും 120GB
GB സ്റ്റോറേജുമുള്ള വേരിയൻ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് റാം പ്ലസ് ഫീച്ചർ ഉണ്ട്. അത് ഡൈനാമിക്കലി റാം അലോക്കേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതൽ റാം വേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തുവാണെങ്കിൽ ഈ ഒരു റാം പ്ലസ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് ഇപ്പോൾ 6 GB ആണെങ്കിലും അതിലും കുറച്ചുകൂടി റാം തരുന്ന രീതിയിൽ നിങ്ങളുടെ ഇന്റേണൽ മെമ്മറി തന്നെ റാം ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും ഈ ഒരു ഫോണിൻ്റെ അകത്തുണ്ട്. ഇനി അടുത്തത് ഈ ഡിവൈസിനകത്ത് 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. പക്ഷേ ഹൈലൈറ്റ് 5000 mAh ബാറ്ററി ഉണ്ട് എന്നുള്ളതല്ല, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന കേബിൾ കണ്ടാൽ തന്നെ മനസ്സിലാവും PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. USB Type-C to Type-C ഉള്ള ചാർജറിൽ കുത്തി നിങ്ങൾക്ക് 25 വാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണും കൂടെയാണ്. പക്ഷേ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു PD ചാർജർ വേണം. അൺഫോർച്ചുനേറ്റ്ലി ചാർജർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. ആൻഡ് ഇതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായി, നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എത്ര ചാർജേഴ്സ് ഉണ്ട് എന്ന്. ആൻഡ് ഏറ്റവും കൂടുതൽ ഏകദേശം പോളിംഗ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ 5ന് മുകളിൽ ചാർജറുകൾ ഉണ്ട് എന്ന് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. മേ ബി ഇത്തരത്തിലുള്ള സർവേയുടെയൊക്കെ റിസൾട്ട് കൊണ്ടായിരിക്കാം ചാർജർ റിമൂവ് ചെയ്തത്. ബട്ട് സ്റ്റിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ PD ചാർജർ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് ക്യാമറയെക്കുറിച്ച് സംസാരിക്കാം. 50 മെഗാ വൈഡ് ആംഗിൾ ക്യാമറ. സോ 50 മെഗാ വൈഡ് ആംഗിൾ ക്യാമറയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോസാണ് എടുക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിലൂടെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. പല സിനാരിയോസിലുള്ള സാമ്പിൾസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സോ പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ഇത്തരത്തിലായിരിക്കും. ഇനി അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ ആണ്. സോ 8 മെഗാ അൾട്രാ വൈഡ് ക്യാമറയുടെ ഫോട്ടോ സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ ഡേ ലൈറ്റിലും എടുത്തിട്ടുണ്ട്, അതേപോലെ നൈറ്റ് ടൈമിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിതിൽ നിന്ന് അൾട്രാ വൈഡ് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നത്. ഇനി 2 മെഗാ മാക്രോ ക്യാമറ. 2 മെഗാ മാക്രോ ക്യാമറ കൊള്ളാമോ? ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. സോ 2 മെഗാ മാക്രോ ക്യാമറയിൽ എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസാണിത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, കൊള്ളാമോ കൊള്ളില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി അതേപോലെ ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറയും 8 മെഗാ ആണ്. എടുക്കുന്ന സെൽഫീസ് ഏകദേശം ഇത്തരത്തിലായിരിക്കും. സോ ഡേ ടൈമിൽ എടുത്ത സെൽഫീസും ഞാൻ കാണിച്ചു തരാം. പോർട്രേറ്റ് മോഡ് ഉണ്ട്, സോ പോർട്രേറ്റ് മോഡ് സെൽഫീസ്. ഇനി അതേപോലെ വീഡിയോയുടെ കാര്യത്തിൽ നമുക്ക് ബാക്ക് ക്യാമറ വഴി HD 30 FPS തൊട്ട് 4K 30 FPS വരെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ 60 FPS ഓപ്ഷൻ നിങ്ങൾക്ക് 4Kയിലും ഇല്ല, HDയിലും ഇല്ല, ഫുൾ HDയും ഇല്ല, എല്ലാം 30 FPS ലോക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് HD 30 FPS ഫുൾ HD 30 FPS എടുക്കാൻ പറ്റുന്നത്. സോ ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD 30 FPS എടുത്ത് ഒരു ഫുട്ടേജ് കാണാം. ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സാംസങ് F23 5Gയുടെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കായിരിക്കും ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ഫുട്ടേജിൻ്റെ ക്ലാരിറ്റി വരുന്നത്. ആൻഡ് ഓഡിയോയും ഇതിനകത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി ആൻഡ് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. ഇനി OSന്റെ സെക്യൂരിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് Android 12 വരുന്നത് ആൻഡ് One UI 4.1 അതുപോലെ തന്നെ സാംസങ്ങിന്റെ സ്വന്തമായിട്ടുള്ള നോക്സ് സെക്യൂരിറ്റി ഇതിനകത്തുണ്ട്. സോ നോക്സിന്റെ വേർഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് സാംസങ്ങിന്റെ Alt-C എന്ന് പറഞ്ഞ ഫീച്ചറും. ഇനി ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ കാര്യം. സോ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ആ ഒരു അൺലോക്കിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുനോക്കുക. സോ ഈ ഒരു സ്പീഡിലാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആവുന്നത്. ആൻഡ് ഫേസ് അൺലോക്കിംഗും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫിംഗർ പ്രിന്റ് ആണല്ലോ നമുക്ക് എപ്പോഴും കുറച്ചുകൂടി സെക്യൂർ എന്ന് പറയപ്പെടുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഇനി അതേപോലെ ഇതിനകത്ത് NFC സപ്പോർട്ട് ഉണ്ട്. സോ NFC പേയ്മെന്റ്സ് ചെയ്യാൻ പറ്റും. പ്ലസ് 5G ആണ്, 12 ബാൻഡ് 5G ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ 4GB റാമും 120GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഡിവൈസ് 17,499 rupees-ഉം 6GB റാം 120GB വേരിയന്റ് 18,499 rupees-ഉമാണ് പറയുന്നത്. പക്ഷേ മാർച്ച് 16 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് 4GB 128 14,999 rupees-നും 6GB 128 15,999 rupees-നുമാണ് സെയിലിന് വരുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഈ ഡിവൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡെഫിനറ്റ്ലി ഇതിന്റെ ഫുൾ റിവ്യൂ ചെയ്യാം. ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.